എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വാഹനം ഓടിക്കുന്ന ആളുകൾ, സ്വന്തം പേരിൽ വാഹനം ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യം കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു പത്രവാർത്തയോടൊപ്പമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുടുംബം വിറ്റാൽ പോലും നമ്മുടെ ബാധ്യത തീരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനം ഉള്ള ആളുകളും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ആളുകളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വളരെ ഗൗരവമുള്ള ഒരു അറിയിപ്പാണ്. വാഹനമുള്ള ആളുകൾ, വാഹന ഓടിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെ പുറത്തിറങ്ങുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബം വിറ്റാൽ പോലും നഷ്ടപരിഹാര തുക നൽകാൻ മതിയാകില്ല. കഴിഞ്ഞ ദിവസം വാഹനം അപകടം മൂലം ഒരു യുവാവ് മരിക്കുകയും ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വാഹന ഉടമയ്ക്കും വാഹനം ഓടിച്ചിരുന്ന ഉടമയുടെ മകനും 46 ലക്ഷം രൂപ പരിഹാരം പിഴ വിധിച്ചുകൊണ്ട് കോടതി ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ കോടതി ഉത്തരവിന്റെ പകർപ്പോട് കൂടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇതൊരു മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യം എല്ലാ ആളുകളും ഗൗരവത്തിലെടുക്കണം. വാഹനം നിരത്തിൽ ഇറക്കുന്നുണ്ട് എങ്കിൽ മോട്ടോർ വാഹന നിയമം 1988 146, 196 സെക്ഷൻ പ്രകാരം വാഹനം ഇൻഷുറൻസ് ഇല്ലാതെ ഓടിക്കുന്നത് 2000 രൂപ പിഴയും 3 മാസം തടവും ലഭിക്കാവുന്ന കുറ്റമാണ്. അത് മാത്രമല്ല, ഇത് ഉപയോഗിച്ച് അപകടത്തിൽപ്പെടുകയും കാര്യമായിട്ടുള്ള അപകടം പറ്റുകയും, അതായത് ഒരാൾക്ക് അംഗവൈകല്യം സംഭവിക്കുക, അതുപോലെ തന്നെ മറ്റ് അപകടങ്ങൾ സംഭവിക്കുക, മരണം വരെ സംഭവിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ് എങ്കിൽ വലിയ തുകയായിരിക്കും നഷ്ടപരിഹാരം നൽകേണ്ടി വരിക. ഒരു ചില്ലിക്കാശ് പോലും ഇൻഷുറൻസ് തുക ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് തുക ലഭിക്കുന്ന അത്രയും തുക നമ്മൾ തന്നെ നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതായത് വാഹന ഉടമയും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആളും ചേർന്ന് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാഹന ഉടമ തന്നെ അത് ഓടിക്കുന്നത് എങ്കിൽ പൂർണ്ണമായിട്ടും അവർ തന്നെ അത് നൽകേണ്ടി വരും. ഇപ്പോൾ ഒരു യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് 46 ലക്ഷം രൂപ കോടതി വിധിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കണം. തേർഡ് പാർട്ടി ഇൻഷുറെങ്കിലും ഇല്ലാതെ വാഹനം പുറത്തിറക്കരുത്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറിനാണ് എല്ലാവർക്കും ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത്. അതായത് വാഹനത്തിനും വാഹനം ഓടിക്കുന്ന ആളുകൾക്കും വാഹനം മൂലമുണ്ടാകുന്ന അപകടത്തിൽപ്പെടുന്ന ആൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറിനാണ്. പക്ഷേ തേർഡ് ക്ലാസ് ഇൻഷുറിന് വാഹനം ഉപയോഗിച്ച് അപകടത്തിൽപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ ഏത് ഇൻഷുറൻസ് എടുത്താലും ഏതെങ്കിലും ഒരു ഇൻഷുറൻസെങ്കിലും എടുക്കാതെ വാഹനം പുറത്തിറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കേസിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം, വാഹന ഇൻഷുറൻസ് തെറ്റിയിട്ട് മണിക്കൂറുകൾ മാത്രം, ഒരു ദിവസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഗൗരവമുള്ള കാര്യം. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ നാളെ അടക്കാം എന്ന് കരുതിയിട്ട് ഇരുന്നതായിരിക്കും. ഒറ്റ ദിവസം മാത്രമാണ് തെറ്റിയത്. അവരുടെ വാഹനം അപകടത്തിൽപ്പെടുകയും അതുമൂലം ഒരാൾ മരണപ്പെടുകയും ചെയ്തതോട് കൂടിയിട്ട് നഷ്ടപരിഹാര തുക പൂർണ്ണമായിട്ടും വാഹനം ഓടിച്ച ആളും വാഹന ഉടമയും നൽകണം എന്നുള്ളതാണ് കോടതി വിധിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാര്യം ഗൗരവത്തിലെടുക്കുക. ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. വാഹനം പുറത്തിറക്കുന്നുണ്ട് എങ്കിൽ വാഹന ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്ക്.